blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ലോകം എമ്പാടും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ജയ്പൂരിൽ നിന്നുള്ള സാറാമ എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ ഐസക്കിന് നല്ല ഒരു ജോലി അങ്ങ് കൊടുക്കണമേ. യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കൊടുക്കണമേ. പോണേക്കരയിൽ നിന്നുള്ള ഷോൺ പോളിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഷാബു സി കെയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഒരു ഷോപ്പ് അങ്ങ് നൽകണമേ. മാത്രമല്ലൊരു ഭവനം പണിയുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് ഓരോരുത്തരെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ജൂലൈ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോതമംഗലം ജൂലൈ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ റോഡ്, കോതമംഗലം. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം. ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 4 മണി വരെ. കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101 www.blessingtoday.tv. Language of love, I just want to tell you a few very important things. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. It's good that we all receive blessing after blessing from the Lord Jesus. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. Acts chapter 10 we read that God is not at all a respecter of persons. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന് മുഖപക്ഷമുള്ള ദൈവമല്ല. In any caste, any race, any religion, any background, God receives anyone who believes in Him. ഏത് ജാതിയിലുള്ള വ്യക്തിയാണെങ്കിലും, ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിലും, ഏത് മതത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിലും ദൈവം അവരുടെ പശ്ചാത്തലങ്ങളെ ഒന്നും നോക്കാതെ തന്നിൽ വിശ്വസിക്കുന്നവരെ സ്വീകരിക്കുന്നവനാണ് യേശു കർത്താവ്. Because our God has a big heart. കാരണം നമ്മുടെ ദൈവത്തിന് വളരെ ഒരു വലിയ ഹൃദയമാണുള്ളത്. Some of us we have only very small hearts. ചില ആളുകൾക്ക് ചിലർക്ക് ചെറിയ ഹൃദയമാണുള്ളത്. We are not willing to include everyone. നമ്മൾ മറ്റുള്ള എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുകയില്ല. God is a father and He has a very big heart to include anyone in any place. ദൈവത്തിന് ഒരു വലിയ ഹൃദയമുള്ളത് കൊണ്ട് ഏതൊരു വ്യക്തിയെയും ഉൾക്കൊള്ളുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. Our shape is not a problem. Our education qualifications is not a problem. Our financial status is not a problem. Our family is not a problem. Our holiness or unholiness is not a problem, because God is a loving God. He is willing to include all in His list.
നമ്മുടെ രൂപത്തിൻ്റെ ഭംഗിയോ നമ്മുടെ ഷേപ്പോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ മറ്റു പല പശ്ചാത്തലങ്ങളും ഒന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. ദൈവം അങ്ങനെ വലിയൊരു വിശാലമായ ഹൃദയമുള്ളത് കൊണ്ട് നമ്മളെല്ലാവരെയും സ്വീകരിക്കുകയാണ്. God is not looking into our face or mouth, he is looking into our hearts. ദൈവം നമ്മുടെ മുഖത്തോ നമ്മുടെ വായിലോ അല്ല നോക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. If we have a believing heart, God will receive us. നമുക്കൊരു വിശ്വസിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ ദൈവം നമ്മളെ സ്വീകരിക്കുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. And when we approach God, നമ്മൾ ദൈവത്തെ സമീപിക്കുമ്പോൾ naturally he will shower his blessings on us. സ്വാഭാവികമായി തൻ്റെ അനുഗ്രഹങ്ങളെ താൻ നമ്മുടെ മേൽ ചൊരിയുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. That's his nature. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. Because he is a generous father. കാരണം അവൻ ധാരാളമായി എല്ലാം നൽകുന്നവനാണ്. When our children come to us to get something from us, we liberally give them because we love them and care for them. നമ്മുടെ അടുക്കൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ അവർക്ക് ആവശ്യത്തിലധികം ധാരാളമായി നമ്മൾ അവർക്ക് നൽകുകയാണ്. കാരണം നമ്മൾ അവരെ സ്നേഹിക്കുന്നു, നമ്മൾ അവരെ ഓരോരുത്തരെയും കരുതുകയാണ്. Usually our small children, when they come, they have only small requests from us, some candies, some biscuits, some toys. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവർക്കുള്ളത് ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. മിഠായിയോ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് അവർക്കുള്ളത്. But as parents, we are not planning for candies, we are not planning for toys, we are planning for their future. നമ്മൾ മാതാപിതാക്കൾ ഓരോരുത്തരും അവരുടെ മിഠായിക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി കരുതിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഭാവിക്ക് നോക്കിക്കൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. Right? അത് ശരിയാണ്, ഞാൻ പറയുന്നത് We are planning for their schooling. നമ്മൾ അവരുടെ പഠനത്തെക്കുറിച്ച് കരുതുകയാണ്. We are planning for their higher education. അവരുടെ ഉപരിപഠനത്തെ പറ്റി നമ്മൾ കരുതിക്കൊണ്ടിരിക്കുകയാണ്. We are planning for their distant future. നമ്മൾ അവരുടെ അകലെ വിദൂര ഭാവിയിലുള്ള അവരുടെ ഭാവിയെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Even though we have written a whole list of things that we need in our lives in a prayer diary, our God is planning much more than that for our future. നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ഡയറിയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വർഗത്തിലെ നമ്മളെ സ്നേഹിക്കുന്നവനായ നമ്മുടെ നല്ല പിതാവ് അതിനേക്കാളൊക്കെ ഉപരിയായി വലുതായി നമ്മൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തരാൻ പോവുകയാണ്. He is a God of generations. ദൈവം തലമുറകളുടെ ദൈവമാണ്. He is not only planning for us, he is not only caring for us, he is caring for our children and our grandchildren and our great grandchildren and the generations to come. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല, നമ്മുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും, അവരുടെ മക്കളെ അനുഗ്രഹിക്കും, അവരുടെ മക്കളെയും കൊച്ചുമക്കളെ എല്ലാം ദൈവം ഇനി വരുവാനുള്ള സമയങ്ങളിൽ അനുഗ്രഹിക്കാൻ പോവുകയാണ്. Why am I sharing this to you? ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്? Take away all the worries and cares of life. നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ നിരാശകളും നിങ്ങളുടെ ആകുല ചിന്തകളും എല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയാണ്. The Bible says, cast all your burdens on his shoulders because he cares for us. ബൈബിൾ പറയുന്നത് നിങ്ങളുടെ സകല ഭാരവും ദൈവത്തിന്റെ മേൽ, യേശുവിന്റെ മേൽ ഇട്ടുകൊള്ളുക, കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുകയാണ്. Hallelujah. ഹല്ലേലൂയ. He is mindful of us. ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നവനാണ്. He is planning for us. ദൈവം നമ്മൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Many times we don't know that knowledge. That's why we are worried and we have anxieties in our hearts. നമുക്ക് അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതിനെ പറ്റി നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നിരാശകളും നമ്മുടെ ഉള്ളിൽ വളരെയധികം വിഷാദങ്ങളും എല്ലാം കടന്നു വരുന്നത്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Now, when Jesus was here on earth, when he preached, when he did the healing ministry, thousands of people came to believe in Jesus. യേശു കർത്താവ് ഈ ലോകത്തിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ തൻ്റെ ശുശ്രൂഷ കാലത്ത് ഒത്തിരി ആളുകൾ തന്നിൽ വിശ്വസിക്കുവാൻ ആരംഭിച്ചു. One day, ഒരു ദിവസം, when these people, this community group of believers were around him, he spoke something to them.
ആ തന്നിൽ വിശ്വസിക്കുന്നവരായ ആളുകളെല്ലാവരും തന്നെ ചുറ്റിപ്പറ്റിയിരുന്ന സമയത്ത് താൻ ചില കാര്യങ്ങൾ അവരോട് പറയുകയാണ്. John chapter 8, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം verse number 31 onwards. അതിന്റെ 31-ാമത്തെ വാക്യം മുതൽ. To the Jews who had believed him, Jesus said, "If you hold to my teaching, you are really my disciples. Then you will know the truth, and the truth will set you free." 31-ാമത്തെ വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. So that group of people, they had already believed Jesus. അവിടെ കൂടിയിരുന്ന ആളുകൾ എല്ലാവരും യേശുവിൽ വിശ്വസിച്ചവരായിരുന്നു. We can call them believers. നമുക്കവരെ വിശ്വാസികൾ എന്ന് വിളിക്കാവുന്നതാണ്. Jesus said that is not enough. യേശു കർത്താവ് പറയണം, അത് മാത്രം നമുക്ക് പോരാ. Being a believer of me is not enough in your life. എന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ വിശ്വാസികളായി മാത്രമായി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പോരാ. Jesus said, you have to become my disciples. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി മാറേണ്ടതാണ്. Hello. Listen to this. Jesus said, you are my believers now. But that's not enough. You have to become my disciples. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വിശ്വാസികളൊക്കെയാണ്, ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുന്നുണ്ട്, പക്ഷെ അത് മാത്രം പോരാ, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ശിഷ്യന്മാരായി മാറേണ്ടതായിട്ടുണ്ട്. That is the first step. You can become a believer. അതാണ് ആദ്യത്തെ പടി. നിങ്ങൾക്ക് യേശുവിൻ്റെ ഒരു വിശ്വാസിയായി മാറാവുന്നതാണ്. Jesus said that's not enough. That's only LKG. യേശു കർത്താവ് പറയുകയാണ്, അത് മാത്രം പോരാ, അത് LKG ലെവലിൽ മാത്രമായിരിക്കുകയാണ്. You have to climb the next step. നിങ്ങൾ അടുത്ത പടികൾ കൂടെ ചവിട്ടേണ്ടതായിട്ടുണ്ട്. You have to become my disciples. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി മാറേണ്ടതാണ്. Oh brother, I have a doubt. Jesus has only 12 disciples. ബ്രദർ, എനിക്കൊരു സംശയമുണ്ട്. യേശു കർത്താവിന് 12 ശിഷ്യന്മാരല്ലേ ഉണ്ടായിരുന്നുള്ളൂ? How can I become a disciple? പിന്നെ എനിക്ക് എങ്ങനെയാണ് യേശുവിന്റെ ശിഷ്യനായി മാറാൻ കഴിയുന്നത്? That's a wrong understanding. Jesus had not only 12 disciples, they were called apostles, but he had 70 other disciples, 500 other disciples, then thousands of other disciples. യേശു കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരുടെ പേര് അപ്പോസ്തലന്മാർ എന്നായിരുന്നു. അവരെ കൂടാതെ യേശുവിന് 70 ശിഷ്യന്മാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു, 500 പേരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അതുകൂടാതെ ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. And in every generation, Jesus has a huge, maybe uncounted thousands of disciples on earth even today in this generation. എല്ലാ തലമുറകളുമായിട്ട് യേശുവിന് എണ്ണിക്കൂടാനാവാത്തവണ്ണമുള്ള ശിഷ്യന്മാർ യേശുവിനുണ്ട്. ഇന്നും ഈ തലമുറയിലും യേശുവിന് ശിഷ്യന്മാരുണ്ട്. And I tell you something, brothers and sisters. ഒരു സഹോദരൻ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം വ്യക്തമാക്കട്ടെ. Jesus is calling you, everyone, including children, to become his disciples. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും, കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തി യേശു കർത്താവ് നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ശിഷ്യന്മാരായി മാറണമെന്ന് താൻ ആഗ്രഹിക്കുകയാണ്. Maybe all of you sitting here, you are believers in Jesus. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഒരു പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന തൻ്റെ വിശ്വാസികളായിരിക്കാം. അടുത്ത ആളെ തൊട്ടിട്ട് പറഞ്ഞ്, വിശ്വാസി ആയിരിക്കുന്നത് LKG മാത്രമാണ്. വിശ്വാസിയായിരിക്കുന്ന ഇപ്പുറത്തെ ആളോടും പറ, വിശ്വാസി ആയിരിക്കുന്നത് LKG മാത്രമാണ്. But we have to come to the next step. നമ്മൾ ഓരോരുത്തരും അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത പടിയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. What is that? Tell me. അതെന്താണ്? എന്താണത്? യേശുവിൻ്റെ ശിഷ്യരായി മാറുക. അടുത്ത ആൾ പറഞ്ഞു, അടുത്ത പടി ശിഷ്യരാകുക. അടുത്ത പടി ശിഷ്യരാകുകയാണ്. Hallelujah. Hallelujah. So worldwide there are millions of believers. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. And we can see huge numbers of believers in blessing festivals. നമ്മൾക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. Remember, all believers are not disciples. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, എല്ലാ വിശ്വാസികളും യേശുവിൻ്റെ ശിഷ്യന്മാരല്ല. Say it again.
ഓർക്കുക, എല്ലാ വിശ്വാസികളും യേശുവിൻ്റെ ശിഷ്യന്മാരല്ല. Hallelujah. Now listen to this. Jesus said, if you hold on to my teaching, you are my disciples. യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, One last part. എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. How can a believer become a disciple? എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് യേശുവിന്റെ ശിഷ്യനായി മാറാൻ Are you പറ്റും? listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? This is very important. How can a believer become a disciple? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ശിഷ്യനായി മാറാൻ കഴിയുന്നത്? Jesus said, you have to hold on to my teaching. യേശു കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. ശിഷ്യരാകുന്നത് എങ്ങനെയാ? വചനത്തിൽ നിലനിൽക്കുമ്പോൾ. യേശുവിൻ്റെ വചനത്തിൽ നിലനിൽക്കണം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാസിക് ഓഗസ്റ്റ് 10 ബുധൻ. സമയം വൈകിട്ട് 6:30 മുതൽ 9:30 വരെ. സാർവജനിക് വചനാലയ, നെഹ്റു ഗാർഡന് സമീപം, ഷാലിമാർ ചൗക്ക്, നാസിക്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സൂററ്റ് ഓഗസ്റ്റ് 11 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. രംഗ് ഭവൻ, ജീവൻ ഭാരതി സ്കൂൾ ഓഡിറ്റോറിയം, നൻപുര, തിമലിയാവത്, ഗാന്ധി സ്മൃതി ഭവൻ റോഡ്, മഹാവീർ ട്രോമ ഹോസ്പിറ്റലിന് എതിർവശം, സൂററ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബറോഡ ഓഗസ്റ്റ് 12 വെള്ളി. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. ബറോഡ കേരള സമാജം ഹാൾ, GIDC മെയിൻ റോഡ്, ബണ്ടി ട്യൂബിംഗ് ഇന്ത്യക്ക് എതിർവശം, സൂസൻ സർക്കിളിന് സമീപം, മക്രപുര റോഡ്, ബറോഡ. കഴിഞ്ഞ 12 വർഷത്തോളമായി തനിക്ക് മൂക്കിപ്പൊടി വലിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. My God. സാധാരണ അത് പുരുഷന്മാർക്ക്, എന്നാൽ അത് പറഞ്ഞല്ലോ. കർത്താവിന് മഹത്വം. 12 വർഷം മൂക്കിപ്പൊടി വലിക്കുന്ന ശീലം. അതുകൂടാതെ അരി തിന്നുമായിരുന്നു. അരി ഒത്തിരി നമ്മളെല്ലാം തിന്നുന്നുണ്ടല്ലോ. അതെ, പക്ഷെ വേവിച്ചതിന് വേവിച്ചല്ല, അരി തിന്നും. പച്ചയ്ക്ക് അരി ഒത്തിരി ഞാൻ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തനിക്ക്, ഒരു ദുശീലങ്ങൾ തനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ അതൊരു പ്രകാരം വിളിച്ചു പറഞ്ഞു, ദുശീലങ്ങളുള്ളവരെ യേശു കർത്താവ് അതിൽ നിന്ന് വിടുവിക്കുകയാണെന്ന് പറഞ്ഞു. താൻ അന്ന് മുതൽ അത് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. താൻ പറയുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏകദേശം ഇന്നേക്ക് 1.5 വർഷത്തോളമായി, വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. 1.5 വർഷത്തോളമായി തനിക്ക് പിന്നെ ആ മൂക്കിപ്പൊടി വലിക്കുന്ന ശീലമില്ല, അരി തിന്നുന്ന ശീലമില്ല. കർത്താവ് ആ ദുശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യമാക്കിയിരിക്കുക, വിടുവിച്ചിരിക്കുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാണ് ഈ ശീലിച്ചേ? എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നത്. ഞങ്ങളുടെ അമ്മച്ചി വലിക്കുമായിരുന്നു. അമ്മച്ചിയുടെ പനി വന്നപ്പോ ഇച്ചിരി എടുത്ത് മണത്തു, പിന്നെ സ്ഥിരം അങ്ങ് വലിയായി. അങ്ങനെ 12 കൊല്ലം അങ്ങ് പോയി. ഇത് നിർത്താൻ വല്ലാത്ത അസ്വസ്ഥതയായപ്പോ എനിക്ക് ഇതങ്ങ് നിർത്തിക്കോളാൻ വയ്യ, മൂക്കിൽ നിന്നൊക്കെ അങ്ങ് ഒലിച്ചു വരും. അങ്ങനെയായപ്പോ ഞാൻ ഒരു ദിവസം രാവിലെ TV വെച്ചപ്പോ ഞാൻ ബ്രദറിന്റെ ധ്യാനം കണ്ടു. അങ്ങനെ സ്ഥിരം പിന്നെ ഞാൻ കാണാൻ തുടങ്ങി. അതിനോടൊപ്പം ഈ ദുശീലം മാറാനുള്ളത് പ്രാർത്ഥിച്ചപ്പോ ഞാനും ഇതേപോലെ മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ഇത് രണ്ടും ഒന്നിച്ച് എനിക്ക് മാറി കിട്ടി. ഇന്ന് വരെ നിമിഷം എത്ര ശ്രമിച്ചിട്ടും മാറാത്തത് യേശു ഒന്ന് തൊട്ടാൽ എല്ലാം പറഞ്ഞ ആ നിമിഷം സൗഖ്യമാണ്. ഈ അരിയുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്ക്. എങ്ങനെയാണ് ഈ അരി തിന്നാണ് എനിക്ക് ദേഹം കുഴഞ്ഞ സമയത്ത് ഈ അരി വാരി ഇട്ടില്ലെങ്കിൽ ഞാൻ മറിഞ്ഞ് വീഴും എന്നുള്ള അവസ്ഥയാണ്. ഈ അരി ഇടുമ്പോ എനിക്ക് അതങ്ങ് മാറും. എന്ത് പ്രയാസം വരുമ്പോൾ ദേഹം കുഴഞ്ഞു വരും, ശരീരം അങ്ങ് തളർന്നു പോകും. ആ സമയത്ത് ഈ അരി എടുത്ത് വായിലിടും. അങ്ങനെ ശീലിച്ചു, അങ്ങനെ മാറും. എത്ര നാളുണ്ടായിരുന്നു? അതൊരുപാട് നാളുണ്ടായിരുന്നു. കൊച്ചിലേ മുതലേ ഉണ്ടായിരുന്നു. എനിക്കിപ്പോ 52 വയസ്സ്. എൻ്റെ ദൈവമേ, ഇത്രയും വർഷങ്ങളുണ്ടായിരുന്ന ആ ദുശീലം കർത്താവ് മാറ്റി. ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അഡിക്ഷൻസ്, ചില കാര്യങ്ങൾ തുടർച്ചയായി കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായി പോകും. പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും സാധ്യം. പൊതിഞ്ഞോണ്ട് പോകാറുണ്ട്. പോകുന്നിടത്തൊക്കെ അരി പൊതിഞ്ഞോണ്ട് പോകും. നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ അരിയും പൊതിഞ്ഞോണ്ട് പോകും. മറ്റേത് വേണ്ടേ? അതും കൊണ്ടുപോകും.
ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യമൊക്കെ ഇത് വലിക്കുമായിരുന്നു? അത് എപ്പോഴും വേണം. ഈ ടെൻഷനൊക്കെ ആകുന്ന സമയത്ത് ഞാൻ ശരിക്കും വലിക്കും ഇത്, ഞാൻ ആ പൊടിയൊക്കെ. അല്ല, നമ്മൾ ചിരിക്കുന്ന പോലെയല്ല, അത് ഇത്രയും വർഷം അത് സഹിച്ചു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് യേശു ഒരു വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും. നമ്മൾ കുറേ കേട്ടു കർത്താവിൻ്റെ വിടുതലുകൾ, ഒത്തിരി കേട്ടു. പക്ഷേ ഇന്ന് എത്ര പേർക്ക് ഒന്ന് വിശ്വസിക്കാൻ കഴിയും? ഇതൊക്കെ കേൾപ്പിച്ചത് എന്തിനാ? ഇത് രഹസ്യമായിട്ട് ഞങ്ങൾക്ക് എഴുതി മേടിച്ചിട്ട് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. എന്തിനു വേണ്ടി ഇത് പരസ്യമായി പറയിപ്പിച്ചു? ബ്ലെസ്സിങ് ടുഡേക്ക് ഒരു പരസ്യം കിട്ടാനല്ല. ഇതിൽ നിന്നും ഒരു കാര്യം, ഇവർക്ക് വേണ്ടിയൊക്കെ കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ കർത്താവ് മുഖപക്ഷമുള്ള ദൈവമല്ല. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ വിശ്വസിക്കാൻ എത്ര പേർക്ക് ഇന്ന് ധൈര്യമുണ്ട്? നന്നായിട്ട് കൈകൾ ഉയർത്തിക്കും. താങ്ക് യു ജീസസ്. കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവം ഈ സഹോദരിയെ അവളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന 2 ദുശീലങ്ങളിൽ നിന്ന് വിടുവിച്ചല്ലോ. സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു, കൈകളെ ഉയർത്തി. താങ്ക് യു ജീസസ്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സകല ദുശീലങ്ങളുടെയും പാശങ്ങൾ, ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ചങ്ങലകൾ പൊട്ടട്ടെ. ജനം ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. കർത്താവെ, ഞങ്ങളെ സ്വതന്ത്രമാക്കുവാൻ നീ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 1 യോഹന്നാൻ 3:8 ഞങ്ങൾ വായിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കർത്താവ്, കരങ്ങളെ ഉയർത്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പിശാചിന്റെ സകല പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. കരങ്ങളെ ചലിപ്പിച്ച് യേശുവിന് നന്ദി പറയാമോ? താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാസിക് ഓഗസ്റ്റ് 10 ബുധൻ. സമയം വൈകിട്ട് 6:30 മുതൽ 9:30 വരെ. സാർവജനിക് വചനാലയ, നെഹ്റു ഗാർഡന് സമീപം, ഷാലിമാർ ചൗക്ക്, നാസിക്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സൂററ്റ് ഓഗസ്റ്റ് 11 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. രംഗ് ഭവൻ, ജീവൻ ഭാരതി സ്കൂൾ ഓഡിറ്റോറിയം, നൻപുര, തിമലിയാവത്, ഗാന്ധി സ്മൃതി ഭവൻ റോഡ്, മഹാവീർ ട്രോമ ഹോസ്പിറ്റലിന് എതിർവശം, സൂററ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബറോഡ ഓഗസ്റ്റ് 12 വെള്ളി. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. ബറോഡ കേരള സമാജം ഹാൾ, GIDC മെയിൻ റോഡ്, ബണ്ടി ട്യൂബിംഗ് ഇന്ത്യക്ക് എതിർവശം, സൂസൻ സർക്കിളിന് സമീപം, മക്രപുര റോഡ്, ബറോഡ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ജൂലൈ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോതമംഗലം ജൂലൈ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ റോഡ്, കോതമംഗലം. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങ് കൈനീട്ടി രോഗികളെ സ്പർശിക്കണമേ, മനസ്സ് തകർന്നിരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുടി വല്ലാതെ പൊഴിയുന്നൊരു വ്യക്തി, അതിനാൽ വലിയ മനപ്രയാസത്തിലായിരിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ കർത്താവെ അതിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുഴകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അലർജി രോഗം മൂലം ഭയങ്കരമായി സഫർ ചെയ്യുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ വയറിൻ്റെ അകത്ത് എന്ത് ഭക്ഷണം കഴിച്ചാലും അതിഭയങ്കരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് മക്കളെ കൊടുക്കണമേ. ക്യാൻസർ രോഗം മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ മദ്യപാനശീലം, പുകവലി, മറ്റുള്ള ഡ്രഗ് അഡിക്ഷൻ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറി ജനം സ്വതന്ത്രമാകട്ടെ. അപൂർവമായ ചില രോഗങ്ങൾ ഇപ്പോൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ദൈവത്തിൻ്റെ വചനം പറയും, നമ്മുടെ
പാപങ്ങളും നമ്മുടെ രോഗങ്ങളും വേദനകളും കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി എടുത്തു മാറ്റി. പൂർണ്ണമായ വിടുതൽ എല്ലാവരിലും വന്ന് ചേരട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, പ്രാർത്ഥന കേട്ട് ഓരോരുത്തരും വിടുവിക്കുന്നതിന് നന്ദി. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ രോഗമുള്ള ഭാഗത്ത് ഒരു കൈ വെച്ച് മറ്റേ കൈ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ, ഇപ്പോൾ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. എല്ലാ ഭയവും മാറിപ്പോട്ടെ, ഹൃദയങ്ങളിലുള്ള ഭയം മാറട്ടെ, ദൈവിക സമാധാനത്താൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൽ ഓരോരുത്തരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് നന്ദി പറയുന്നു. നാളെ കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരാൻ മറക്കരുത്. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളും CD-കളും ആവശ്യമുള്ളവർക്ക് തീർച്ചയായും സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye-bye. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം. ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101 www.blessingtoday.tv